ഇറാനുമായി ചർച്ചയ്ക്ക് സൗദി അറേബ്യ ഒരുക്കം തുടങ്ങി. മേഖലയിലെ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒമാനിൽ നടക്കുന്ന ചർച്ചയുടെ ഫലങ്ങൾ ഏത് തരത്തിലാണെങ്കിലും ആ ഒരു ചർച്ചയോടുകൂടി തന്നെ ഈ മേഖലാ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഇറാനുമായി ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഏതൊക്കെ വിഷയം, ഏതൊക്കെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് അറിയിക്കാം എന്ന തരത്തിലാണ് സൗദിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിവരം ഇറാനെ അറിയിച്ചു എന്നുള്ളതും, എന്നാൽ ഇറാന് ഇതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ എതിർപ്പോ പ്രകടിപ്പിച്ചിട്ടില്ല, കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല, നോക്കാം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൗദി അറേബ്യയുടെ പ്രതിനിധി ഇറാനെ സന്ദർശിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ആക്കം കൂട്ടാനുള്ള സാധ്യത. അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുള്ള രാജ്യങ്ങളൊന്നാണ് സൗദി അറേബ്യ. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇറാനുമായിട്ട് വലിയ ബന്ധം സൗദി അറേബ്യക്കുണ്ട്. അപ്പോൾ മേഖലയിൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും, അതേപോലെ അതിനപ്പുറമായ രീതിയിൽ ഈ മേഖല യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ ഈ മേഖലയെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ സാമ്പത്തിക രംഗത്തും അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി പോലെയുള്ള മേഖലയിലൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കുമ്പോൾ പതിറ്റാണ്ടുകളോളം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന നിർമ്മിതിയെ പോലും അത് സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ പ്രശ്ന പരിഹാരമാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.